ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, തമ്പനയിൽ കണ്ടിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഓരോന്നായിട്ട് കണ്ടന്റ് ആയിട്ട് ചെയ്യാമെന്ന്. കാരണം കുറേ അധികം വെച്ച് ചെയ്യുമ്പം ഒരുപാട് വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആയി പോകും. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി സെക്ഷൻ ഡെലിവറി ഉണ്ടല്ലോ, സി സെക്ഷൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അനുഭവപ്പെടും, നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് 1 by 1 ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സി സെക്ഷൻ ഡെലിവറി ആണെന്ന് ഞാൻ പറഞ്ഞു. സി സെക്ഷൻ ഡെലിവറി ആവാൻ എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കറക്റ്റായിട്ട് എനിക്കൊരു റീസൺ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വന്നതല്ല, ആദ്യമേ പ്ലാൻ ചെയ്തത് എനിക്ക് സി സെക്ഷൻ ഡെലിവറി തന്നെയായിരുന്നു ഡോക്ടർമാർ. കാരണം അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് 2 പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് ഡെലിവറി പ്രഗ്നൻസി സ്റ്റോറി ആയിട്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് സി സെക്ഷൻ ഡെലിവറിക്ക് കാരണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാസൻ്റ പ്രീവി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സി സെക്ഷൻ ഡെലിവറിയിലേക്ക് പോയത്. അതൊരിക്കലും നോർമൽ ഡെലിവറിയിലേക്ക് വരത്തില്ല. എന്താ പറയുക, കംപ്ലീറ്റ്ലി പ്ലാസൻ്റ പ്രീവി. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നോർമൽ ഡെലിവറി പറ്റത്തില്ല. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആണ് കേട്ടോ പ്രഗ്നൻസി. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കാണാം. കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിരിക്കും, മനസ്സിന് ആശ്വാസമായിരിക്കും. കാരണം ഇതുപോലെ പോകുന്ന അമ്മമാർ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പം എന്താ പറയുക, തീർച്ചയായും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നേരിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ പരിപാടി ഇതുപോലെ ഡോക്ടേഴ്സിൻ്റെ ചാനൽ പ്ലാസൻ്റ പ്രീവിയ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. 4 മാസം മുതൽ 9ാം മാസം 39ാമത്തെ ആഴ്ചയിലാണ് എൻ്റെ മോനെ ഡെലിവറി ചെയ്തത്. അപ്പോൾ അത്ര വരെ, അതായത് 4ാം മാസം തൊട്ടിട്ട് ഒരു 39 ആഴ്ച കുഞ്ഞിൻ്റെ വളർച്ച ആണല്ലോ അവർ ഇപ്പോഴത്തെ ഡോക്ടർമാർ ആഴ്ചക്കണക്കാണ് പറയാം. അപ്പോൾ 9ാം മാസം വരെ എനിക്ക് ഫുൾ ബെഡ്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മന്ത് തൊട്ട് 9ാം മാസം വരെ, അതായത് 4ാം മാസം മുതൽ 9 മാസം ഡെലിവറീൻ്റെ സമയം വരെ എനിക്ക് ബെഡ് റെസ്റ്റ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായത്. ബെഡ് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശം മാത്രം ചെരിഞ്ഞ് കിടക്കുക, തൊട്ടപ്പുറത്ത് സൈഡ് ചെയ്യാനുള്ള നേരെ കിടക്കാൻ ഒന്നും എനിക്ക് പറ്റത്തില്ല. കാരണം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ടു ബെഡ് മാത്രം. എനിക്ക് ഫുഡ് എന്താ പറയുക, പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ടോയ്ലറ്റിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ, ഇത് മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായത്. അത്രയും കെയർഫുള്ളായിരിക്കണം. കാരണം എന്താ പറയുക, നമുക്ക് കുഞ്ഞിനെ എത്ര മാസം വരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ കൊണ്ടുപോകുക. കാരണം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടി കുട്ടിക്ക് അത്രയും വളർച്ച എത്തണം എന്നുള്ളത് മാത്രമാണല്ലോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഫുഡ് കഴിക്കാനും എന്തെങ്കിലും കഴിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നു. അത്രയും കെയർഫുള്ളായിട്ട് ഞാനത് ഡീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ചിലവർക്ക് അറിയുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കേട്ടാറാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബോറടിക്കും. പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പം എന്താണ് അതിൻ്റെ റീസൺ, അത് വന്ന വഴി കൂടെ പറയണല്ലോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, വളരെ ഷോർട്ടാക്കിയിട്ട് മാത്രമേ ഞാൻ പറയുന്നു. നമ്മൾ ആ സമയത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കും. കാരണം ഹാപ്പി ആയാലും ഒരേ ഹാപ്പിനെസ് ആയാലും നമുക്ക് ബുദ്ധിമുട്ടുകളായാലും ഒരേ ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് നല്ല ഹാപ്പിനെസ് ആണ് നമ്മൾ, ഒരു ഭാഗത്ത് അതിലേറെ ടെൻഷൻസും. കാരണം എന്താ പറയുക, കുഞ്ഞിന് ഒരു
കുഴപ്പമില്ലാതെ നമുക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പില്ല. കാരണം എൻ്റെ കേസ് വെച്ച് ഡോക്ടർ പറഞ്ഞത് 34ാമത്തെ ആഴ്ചക്ക് അപ്പുറം പോകാൻ വേണ്ടി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ കുഞ്ഞിന് 36 ആഴ്ചയാണ് ഒരു കുട്ടിയുടെ പൂർണ്ണ വളർച്ച. എല്ലാ ഓർഗൻസും കുട്ടിയുടെ ഇതാവണമെങ്കിൽ നമുക്ക് 34 ആഴ്ച വേണം. ഒരു പൂർണ്ണ വളർച്ചയത്തെ കുട്ടി എൻ്റെ ആ ഒരു ആഴ്ച കണക്ക് അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ 27ാമത്തെ ആഴ്ച 29ാമത്തെ ആഴ്ചയിൽ ഹൈ ബ്ലീഡിങ് ഉണ്ടായിട്ടോ, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നേ ഒക്കെ ചെറിയ ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ കൂടി 29ാമത്തെ ആഴ്ചയിൽ എനിക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ സെക്ഷൻ ചെയ്യണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് മെഡിസിനൊക്കെ എടുത്തപ്പം ബ്ലീഡിങ് കുറഞ്ഞു. അങ്ങനെ എന്താ പറയുക കുറേ നാൾ ഞാൻ ഹോസ്പിറ്റലൈസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താ പ്രഗ്നൻസി ജേണിയിൽ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയം ഞാൻ പറഞ്ഞു 39ാമത്തെ ആഴ്ച തുടക്കത്തിലാണ് എൻ്റെ മകനെ ഡെലിവറി ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും നമ്മളിന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്താ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടാകും. കാരണം പ്ലാസൻ്റ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്കൊരു മെയിൻ പ്രശ്നമായിരിക്കുമല്ലോ. അതിൻ്റെ എന്താ പറയുക ഇത് നോക്കിയപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ചാനലായാലും കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ഇട്ടിട്ടുണ്ട്. പ്ലാസൻ്റ പ്രീവിയ എൻ്റെ ഹൈ റിസ്ക് പ്ലാസൻ്റ പ്രീവിയ ജേണി ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് നോർമലായിട്ട് വന്നോ പിന്നെ അതായത് നോർമൽ ഡെലിവറി അല്ല കേട്ടോ, നോർമലായിട്ട് കുഞ്ഞിനെ നമ്മൾ കൈകളിലേക്ക് കിട്ടിയോ, അല്ലാണ്ട് എത്രാമത്തെ ആഴ്ചയിലാണ് കുഞ്ഞിനെ കിട്ടിയത്, അല്ലാണ്ട് ഇതുവഴി കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരിക്കും. നമ്മൾ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും ഓരോ വീഡിയോസും എടുത്ത് നോക്കുന്നത്. കാരണം നമുക്ക് അറിയാൻ പറ്റണമല്ലോ ഇത് എങ്ങനെ ഇതിൻ്റെ പ്രോഗ്രസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോ ഇതുപോലെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് എന്താ പറയുക ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഒരിക്കൽ പോലും തുടങ്ങണം എന്നുള്ള ഒരു ഇത് എൻ്റെ മൈൻഡിൽ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും എന്നെങ്കിലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും. കാരണം ഇത് കാണുന്ന മറ്റുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എനിക്ക് മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ചിലത് നമുക്ക് ഭയങ്കരമായിട്ട് ഇതും തോന്നാറുണ്ട്. ചിലത് ഇത് ഈ പറഞ്ഞ പോലെ 27ാമത്തെ ആഴ്ചയിലൊക്കെ ഡെലിവറി ചെയ്തിട്ട് കുഞ്ഞിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിൽ ഇത് എന്താ പറയുക അവർക്ക് എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണം എന്നില്ലല്ലോ. അപ്പം അത് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ മനസ്സിനൊരു ഇതുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോനെ കുറിച്ചല്ല, ഞാൻ മുന്നേ ചെയ്തു വെച്ച വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് വെച്ചിട്ട് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇതുപോലുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവരായാലും ഇനി എന്താ പറയുക പ്രഗ്നൻസിക്കൊക്കെ തയ്യാറെടുക്കുന്നവരായാലും തീർച്ചയായും അതൊന്ന് പോയി കാണുക കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒന്നും അറിയാതെ ഒരു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ. ചിന്തിക്കണ്ടെന്ന് പറയാൻ റീസൺ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക അത്രയേറെ നമ്മളിങ്ങനെ ഒരു കുട്ടി ലൈഫായിരിക്കുമല്ലോ നമുക്ക്. മീൻസ് നമുക്കെന്താ പറയുക ഡെലിവറിയെക്കുറിച്ചും പ്രഗ്നൻസിയെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. പോകെ നമ്മളത് അറിയുമല്ലോ, അതങ്ങനെയാണ്. എന്നാൽ കൂടി ഇതിനുള്ള റിസ്ക് വശങ്ങളും അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അതങ്ങനെ ആണല്ലോ അത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് അറിയുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവത്തില്ല. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത്. അപ്പോൾ നമ്മൾ ഞാൻ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കുക. കുറച്ചൊക്കെ അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രം ഒരു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക അപ്പോൾ പറഞ്ഞു നമ്മളിത് നീളുന്നുണ്ട്. പറയാനാണെങ്കിൽ ഒരു വലിയൊരു ജേണിയുടെ ചാർട്ടിങ് അയക്കേണ്ടി വരും. അപ്പോൾ അതിന് ഞാനിപ്പം നിൽക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയെന്ന് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാനിപ്പോൾ പറയാം. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ ഇതിലാണ് കേട്ടോ ഞാൻ പറയുന്നത്,
പണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം സി സെക്ഷൻ നടന്നവർക്കൊക്കെ ഈ ഒരു ഇതിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇത് കഴിഞ്ഞത് സിസേറിയൻ കഴിഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് കേട്ടോ. അപ്പം അവിടുന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇതുപോലെ ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഡോക്ടേഴ്സ് അങ്ങനെയുള്ള കുറച്ച് വലിയ ഡോക്ടേഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോരോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ഹൈ റിസ്ക് ഒക്കെയുള്ള പ്രഗ്നൻസി ഇതാക്കുമ്പം എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ വേണമെന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ചുറ്റിലും നിൽക്കുന്നവരായാലും അങ്ങനെ ഒരുപാട് ആ തിയേറ്ററിനുള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് എൻ്റെ കിളി പോയിരിക്കുകയാണ്. കാരണം ഒരു വലിയൊരു എന്താ പറയുക ഇത്രയും വലിയ ലൈറ്റും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ കാണുന്നത്. പിന്നെ നമുക്ക് നമ്മളെ എന്താ പറയുക നമ്മൾ ഒന്നും നമ്മളെ കൈ ഒന്നും നമുക്ക് ഫ്രീ ആക്കി അവർ വെച്ച് തരത്തില്ല. എല്ലാം ഇങ്ങനെ എന്തെല്ലാം ചെക്ക് ചെയ്യും. അപ്പം നമ്മളെ കൈ ഒന്നും ഫ്രീ ആയിരിക്കത്തില്ല. അപ്പം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ എന്തെങ്കിലും അവർ വർത്താനമൊക്കെ പറഞ്ഞ് കൂളാക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സെക്ഷൻ ഡെലിവറി നടക്കുന്ന സമയത്ത് അവർ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ കിടന്നിട്ടാണല്ലോ ഉണ്ടാവുക, ഇങ്ങനെ മലന്ന് കിടന്നിട്ടാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളെ മുഖം വരുന്ന ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് ഇവിടെ ഒരു തുണി വെച്ചിട്ട് ഒരു ഷീറ്റോ തുണിയല്ല ഒരു ഷീറ്റാണ്, അത് വെച്ച് മറക്കുകയാണ് ചെയ്യുക. അതിങ്ങനെ ധരിച്ചിടുമ്പം അത് നമ്മൾക്ക് മുന്നിലുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെ മുന്നിലുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. സൈഡിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ കുറച്ച് പൊങ്ങി നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കൊക്കെ അവരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ ഇതിലേക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. എന്നാൽ കൂടി നമുക്ക് അനസ്തേഷ്യ തരുമല്ലോ. അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഞ്ചിൻ്റെ താഴത്തേക്ക് നമുക്ക് ഒന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ കൈകൾക്കൊന്നും പ്രശ്നമുണ്ടാവില്ല. കൈയൊക്കെ നമ്മൾ അനക്കാനൊക്കെ പറ്റും. നെഞ്ചിൻ്റെ തൊട്ട് താഴത്തുനിന്ന് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെഞ്ചിൻ്റെ തൊട്ട് താഴത്ത് നമുക്കിവിടെ നട്ടലിനാണ് അനസ്തേഷ്യ വെക്കുമല്ലോ. അപ്പോൾ നെഞ്ചിൻ്റെ തൊട്ട് താഴത്ത് നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു ബോഡി പാർട്സ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇത് വരത്തില്ല. വെച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് തെരിപ്പ് വന്ന് തുടങ്ങി അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ നമ്മളെ ഈ ഇതിന് താഴെയുള്ള പാർട്സ് നമുക്ക് ശരീരത്തിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനെ തൊട്ടതായി നമുക്ക് തുണി വെച്ച് അപ്പടെ അവർ മറക്കും, ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്നാൽ കൂടി നമുക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് ഒന്നും മനസ്സിലാവത്തില്ല. എന്നാൽ നമ്മളെ വയറിന് എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എന്താ പറയുക എന്തോ കുലുക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ മുറിക്കുന്ന സമയത്തുണ്ടല്ലോ ഓരോരോ ലെയർ 7 ലെയർ എങ്ങാനും കട്ട് ചെയ്തിട്ടാണ് വയറിൻ്റെ 7 ലെയർ എങ്ങാനും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടീനെ പുറത്തെടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അവർ കത്തി വെക്കുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പെയിൻലെസ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാലും ഒരു കത്തിയൊക്കെ നേരിയ ഇങ്ങനെ ജസ്റ്റ് വരക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റ് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. വളരെ ഡീപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. ജസ്റ്റ് എന്തോ നമുക്കിങ്ങനെ ഒരു വെക്കുന്നത് പോലെയും അതുപോലെ തന്നെ പിന്നെ ഉള്ളിൽ അവർ കൈയിട്ട് വലിക്കുന്നതൊക്കെ നമുക്ക് കൈയിട്ട് വലിക്കുന്നതാണോന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ. എനിക്കങ്ങനെ ആയിരുന്നു തോന്നിയത്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ബോധം ഉണ്ടാവുമോ എന്നുള്ളത്. ബോധമൊക്കെ ഉണ്ടാവും. എൻ്റെ കേസിൽ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മൈൻഡ് ഔട്ടല്ലായിരുന്നു. കാരണം ചുറ്റിൽ നിന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രൊവിഷൻ എന്നുള്ളതോ അതൊക്കെ കുറിച്ചിട്ട് എവിടെയാണ് വീട് എന്നുള്ളതൊക്കെ. സിസേറിയൻ കഴിയുന്നത് വരെ ഫുള്ളായിട്ട് അവർ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഇതൊക്കെ ടെൻഷനൊക്കെ അടിക്കാൻ നമുക്ക് പ്രഷറൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിനൊക്കെ കൊണ്ടായിരിക്കണം അവരിങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇതായിട്ടുണ്ട്. കാരണം എന്താ പറയുക കുറേ ഒരു ആശ്വാസം ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവർ അങ്ങനെ സംസാരിക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സമയം തന്നെ തിയേറ്റർ കയറുമ്പം എനിക്ക് ഹൈ റിസ്ക് ആയിരുന്നു. ഡെലിവറി തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക അമ്മയും കുഞ്ഞിനും ആപത്ത് തന്നെ സംഭവിക്കാനുള്ള കേസാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ.
അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ അതിന് മുന്നേ തന്നെ ഭയങ്കര ടെൻസ്ഡായിരുന്നു. കാരണം ഒന്നുകിൽ ഞാൻ ജീവനോടെ പുറത്തിറങ്ങോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ കൂടി എനിക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് പറയുമ്പം, വാക്കുകളൊക്കെ ഇടറുന്നു. അത് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ സേഫായിട്ട് കിട്ടണം. അതിന് എന്താ പറയുക, ഞാനില്ല എങ്കിൽ കൂടിയും ബന്ധുക്കൾക്ക് നല്ല ഇതിലായിട്ട് കിട്ടണം എന്നുള്ളൊരു ഇതെനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ അതായിരുന്നു പ്രാർത്ഥിച്ചത് ത്രൂ ഔട്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ബേബീനെ പുറത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർമാർ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, നെഞ്ചിന് താഴ്ഭാഗത്തായിട്ട് നല്ല രീതിക്ക് ഇതുപോലെ അമർത്തും, ഈ വയറിൻ്റെ മേൽഭാഗത്തായിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അവർ കുഞ്ഞിനെ നല്ല രീതിക്ക് സേഫായിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതായിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് അവരിവിടെ പ്രസ് ചെയ്യും. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ ഫീലിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ട് ആദ്യമേ നമുക്ക് എന്താ പറയുക, മാസ്ക് ഇത് ഓക്സിജൻ വെച്ചിട്ടുണ്ടാവുമല്ലോ, ഓക്സിജൻ വെച്ചിട്ടുണ്ടാവും. നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഓക്സിജൻ നമുക്ക് വെക്കും. ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നി. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. മീൻസ് കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവരിവിടെ പിടിച്ച് അമർത്തും എന്ന് പറഞ്ഞല്ലോ, നല്ല രീതിക്ക് പ്രസ് ചെയ്യും, താഴോട്ടേക്ക് പ്രസ് ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് എനിക്കൊരു ശ്വാസം മുട്ടുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടൽ, നമ്മളെ ശ്വാസം ആരോ പിടിച്ചു വെക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അതങ്ങനെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടൊരു ശ്വാസം കിട്ടാത്ത പോലെ ഇരിക്കുന്ന ആ ഒരു ഇത്. പിന്നെ നമ്മളെ കുട്ടി പുറത്തേക്ക് ഇവരിങ്ങനെ ഇവിടുന്ന് തള്ളുമ്പം പെട്ടെന്ന് തന്നെ കുട്ടി പുറത്തേക്ക് വന്നു. നമ്മളെ വയറിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തോ ഒരു സാധനം കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സാണ് കേട്ടോ. ഒരു സാധനം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയ ഒരു ഫീലിങ്സ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അത് മനസ്സിലാവും. കുറേ നോർമൽ ഡെലിവറി കഴിഞ്ഞവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രസവ സമയത്ത് കുട്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അതേ ആശ്വാസം തന്നെ ഈ നോർമൽ ഈ സിസേറിയൻ കഴിഞ്ഞവർക്കും ഉണ്ട്, സെയിം ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. കരയുന്ന സമയത്ത് തന്നെ ജനിച്ച പാടെ തന്നെ ഇവൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും കരയോ, ജനിച്ച പാടെ തന്നെ കരയോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ നല്ല കരച്ചിലോടുകൂടിയാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ആൺകുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിസേറിയൻ കഴിഞ്ഞ എടുത്ത പാട് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ചില ആൾക്കാർക്കൊക്കെ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അങ്ങനെയാണെന്ന് കുറേ ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടീനെ പുറത്ത് വന്ന ഉടനെ തന്നെ അമ്മയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടത്തുന്നു, എന്നിട്ടൊരു കിസ്സൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ പാട് തന്നെ എനിക്ക് അവനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ ആ ഒരു നീല കവറിലായിരുന്നു ഫസ്റ്റ്, ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു കവർ ഉണ്ടാവുമല്ലോ, വെള്ളത്തുണി. ഞാൻ വെച്ച് അപ്പം തന്നെ കുഞ്ഞിനെ കാണിക്കുന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. അതല്ല, ഒരു നീല കവറിലേക്ക് പൊതിഞ്ഞ് ഇവൻ്റെ ദേഹത്തുള്ള ഇത് കുറേ ഇതുണ്ട് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് അതിന് മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു, കുട്ടീനെ ഇപ്പം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം കൊണ്ടുവരേ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ ഒരു കാലത്തും അത് മറക്കാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ മറക്കുകയാണെങ്കിൽ ആ ഒരു ഓർത്തിരിക്കാൻ പറ്റണേ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഫസ്റ്റ് ഡെലിവറി ഭയങ്കരമായിട്ട് ഒരു ഇത് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്കും ആ ഒരു ഇത് ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ വേണ്ടി പറ്റത്തില്ല. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതായത് അതൊക്കെ എന്താ പറയുക, ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിങ്സോടെ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡൗട്ട്സ് എൻ്റെ ഭാഗത്തു നിന്ന് ക്ലിയർ ചെയ്യാനുള്ളത്. കുറച്ച് ആൾക്കാർ മീൻസ് കുറേയധികം കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിയാൻ പോകുന്ന കുട്ടികൾക്കൊക്കെയാണ് ഒരുപാട് ഡൗട്ട്സ്. അങ്ങനെയുള്ളവരൊക്കെയാണ് എൻ്റെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇതാകുമല്ലോ, അപ്പോൾ അങ്ങനെ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ ഡൗട്ടാണ്, അവരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 1 by 1 ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പിന്നെ ക്ലാരിറ്റി എന്ന് പറയുന്നത്.
എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇതല്ല മറിച്ച് ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അത് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഈ ഒരു ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കുറേ ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും നമ്മൾ വിചാരിക്കുക അതും കൂടെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് കേട്ടോ. വീഡിയോ പിന്നെ കാണുമ്പോഴേക്കും ഓർത്ത് തരുക. അപ്പോൾ ഇന്നത്തെ ഇതാണ് എൻ്റെ ഹൈ റിസ്ക് പ്രഗ്നൻസി പ്ലാസൻ്റ പ്രീവിയോടുകൂടി ഡെലിവറി ആണെന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് സി സെക്ഷൻ ഡെലിവറിയിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ചെറിയൊരു എക്സ്പീരിയൻസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്ത് എനിക്ക് ഇത്രയൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത കണ്ടന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ബാക്കി വീഡിയോസ് ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ അനസ്തേഷ്യനെ കുറിച്ചും, പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.